അന്ന് ഈ കുന്നമംഗലം ബ്ലോക്കിലെ സംഘടന കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ അതിശക്തമായ പ്രവർത്തനമാണ് ശ്രീ ഗോവിന്ദൻ നായർ കാഴ്ചവെച്ചത്. എല്ലാ ഇടങ്ങളിലും കാൽനടയായി, ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല, ടെലിഫോൺ സൗകര്യമില്ല, യാത്രാ സൗകര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിയ കാലത്ത് ഇവിടുന്ന് പലയിടങ്ങളിലേക്കും പോകാനുള്ള മാർഗം ബസ് യാത്ര മാത്രമാണ്. ഇവിടെ മുക്കർ റോഡിൽ ബസ്സിൽ എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ ബസ്സിൽ ചെന്ന് അവിടുന്ന് ഉൾനാടുകളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് ആളുകളെ വീട്ടിലെത്തി അവരെ കണ്ട് ആ പ്രാദേശിക തലങ്ങളിലൊക്കെ സംഘടനയ്ക്ക് ഒരു പുതിയ രൂപഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ച അനിതര സാധാരണമായ വൈഭവം അത് നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. അങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും കുരിക്കത്തൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത് നടന്നിട്ടാണ്. കുന്നമംഗലത്തെത്തി, ആ കുന്നമംഗലത്ത് നിന്ന് അന്ന് കുന്നമംഗലം ബ്ലോക്കിലാണ് കുരുവട്ടൂർ പഞ്ചായത്ത് കൊടുക്കുന്നത്. കുരുവട്ടൂരിലൊക്കെ അന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാലമില്ല, കൊട്ടാരപ്പറമ്പ് പാലമില്ല. അങ്ങോട്ടുള്ള കണക്ടിവിറ്റി എന്ന് പറയുന്നത് പടനിലം ഭാഗത്തൂടെ മാത്രമാണ് വാഹന ഗതാഗതം. ആ പടനിലം ഭാഗത്തൂടെ യാത്ര ചെയ്താലും പുല്ലാളൂരോ അല്ലെങ്കിൽ കോഴിക്കോട് വന്നാൽ തുണിപ്പറമ്പ് താഴത്തോ മാത്രമാണ് ബസ്സിലെത്താൻ പോകുന്ന പ്രദേശമുള്ളത്. ബാക്കിയൊക്കെ നടന്നു പോകും. പുഴ കടക്കണമെങ്കിൽ തോണി ഉണ്ടാവും. രാത്രി യോഗ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരണമെങ്കിൽ തോണിക്കാരൻ വീട്ടിൽ പോയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കണം, ഒരു യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് അവിടെ സംഘടന കെട്ടിപ്പടുത്ത് രാത്രി 8 മണിക്കോ 9 മണിക്കോ തിരിച്ച് നടക്കുമ്പോൾ തോണിയില്ലാത്തൊരവസ്ഥ.